ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നാച്ചുറലായിട്ട് നമ്മുടെ തലയിലൊക്കെ ഉള്ള നരച്ച മുടി എങ്ങനെ കറുപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ 1 മിനിറ്റിൽ കറുപ്പിക്കാം, അതേപോലെ തന്നെ 5 മിനിറ്റിൽ കറുപ്പിക്കാം എന്നുള്ളതൊക്കെ ഒരുപാട് മാർക്കറ്റിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഹെയർ ഡേ പാക്കുകളൊക്കെ അവൈലബിൾ ആണ്. എന്നിരുന്നാൽ പോലും നമ്മൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുമെങ്കിലും നമുക്ക് പിന്നീട് സൈഡ് എഫക്ട്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഹോം റെമഡീസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ കറുപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ സാധനങ്ങൾ വെച്ചാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതിനായിട്ട് ഞാൻ മെയിനായിട്ട് ഒരു കരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഈ കരിഞ്ജീരകം ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പാകത്തിനുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് അതിലേക്ക് 1 ബൗള് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിവേപ്പില നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില തന്നെ ആണെങ്കിൽ അത്രയും നല്ലത്. കടയിൽ നിന്നൊക്കെ വാങ്ങി നമ്മൾ യൂസ് ചെയ്യുന്ന കറിവേപ്പിലയാണെങ്കിൽ നന്നായി കഴുകി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കതിൽ വിഷമൊക്കെ അടിച്ചിട്ടുണ്ടാവും. നമുക്ക് കഴിക്കാനല്ലെങ്കിൽ പോലും ഹെയർ ഡേ പാക്ക് റെഡിയാക്കി എടുക്കാനാണെങ്കിൽ പോലും നന്നായിട്ട് കഴുകിയതിനു ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പ് നന്നായിട്ട് തിളച്ച് വളരാനൊക്കെ പറ്റുന്ന ഒരുപാട് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ടില്ലാത്തവരൊക്കെ പോയി കാണണം. പിന്നെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അതൊക്കെ. പിന്നെ നമുക്ക് ഇത് വേഗം ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കൊന്നും വേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ഇലയൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകാൻ പാകത്തിനാവുന്ന സമയം വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഇപ്പൊ നമ്മുടെ കരിഞ്ജീരകം ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ടാവും. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കറിവേപ്പിലയും നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഈ കരിഞ്ജീരകം നമ്മുടെ മുടിക്ക് അത്രയും തന്നെ ബെറ്റർ ആണ്. പിന്നെ കറിവേപ്പിലയുടെ കാലം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. മുടി വളരാനും അതേപോലെ തന്നെ നല്ല കറുത്തിരുണ്ട മുടി ലഭിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ കറിവേപ്പില. ഈ 2 ഐറ്റംസും നമ്മുടെ മുടി വളരുന്നതിനോടൊപ്പം തന്നെ നല്ല ബ്ലാക്ക് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഇപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് കറുത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിനു ശേഷം മാത്രം അങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ആ ചീനച്ചട്ടിയിൽ തന്നെ ഒരു ചൂടുണ്ടാവും. അതിനോടൊപ്പം തന്നെ ലോ ഫ്ലെയിമും കൂടെ ആവുന്ന സമയത്ത് നമുക്ക് ആവശ്യാനുസരണം തന്നെ പൊരിഞ്ഞ് കിട്ടിക്കോളും. അപ്പൊ ഒരു 3/4 ഭാഗം ആവുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കോഫി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന അതേ കോഫി പൗഡർ തന്നെയാണ് ഞാൻ ഇതിലേക്കും ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പൊ കറിവേപ്പിലൊക്കെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. ഇപ്പൊ നമുക്ക് കൈ കൊണ്ട് പൊടിച്ചെടുത്താൽ തന്നെ ഒന്ന് പൊടിഞ്ഞു കിട്ടിക്കോളും. ഇനി ആ ചീനച്ചട്ടിയിൽ തന്നെ ഇട്ട് വെച്ചിട്ട് നമുക്കൊരു ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സർ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നമ്മൾ കൈ കൊണ്ടൊന്നും ഇങ്ങനെ തിരുമ്മി എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ കറിവേപ്പിലേക്ക് നന്നായിട്ട് തന്നെ പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ മിക്സർ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കും കൂടെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പിന്നെ ഒരുപാട് ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ടോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഏതാണ് അവൈലബിൾ എന്ന് തോന്നുന്ന അത് വെച്ചിട്ട് നമുക്ക് ഹെയർ ഡേ പാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ നേരത്തെ നമ്മൾ ചൂടാക്കി എടുക്കാൻ യൂസ് ചെയ്തിട്ടുള്ള അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഈ പൊടി ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഇരുമ്പ് ചീനച്ചട്ടിയിലായാലും മതി. ഞാൻ ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ പൊടി കംപ്ലീറ്റ് ആ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ കുറച്ച് കൂടുതൽ അളവൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ആവശ്യാനുസരണം കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കതൊന്ന് കുറുകി വരുന്നത് വരെ, നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറുകിൽ വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ പണ്ട് കാലത്തൊക്കെ പ്രായമാവുന്നവരിൽ മാത്രമാണ് നിരച്ച് തുടങ്ങുന്നതായിട്ട് കാണുന്നത്. ഏകദേശം ഒരു 30 വയസ്സിനുള്ള മുകളിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇപ്പോൾ നിരച്ച് വരുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല ഇന്ന് കോളേജ് സ്റ്റുഡൻസിനും അതേപോലെ തന്നെ സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ തലയിൽ നിന്ന് മുടി നിരച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലതൊക്കെ ഹോർമോൺ ചേഞ്ചസ് ആയിരിക്കാം, ചിലത് പാരമ്പര്യമായിട്ട് വരുന്നതൊക്കെ ആവാം. അപ്പൊ നമുക്ക് നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതേപോലുള്ള നാച്ചുറൽ ഹെയർ ഡേ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിര വരാൻ സാധ്യത ഉള്ളവർക്കും
നരച്ച് തുടങ്ങിയവർക്കായിട്ടുള്ള എല്ലാവർക്കും ഇതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ മുടി വളരാനും അതിനോടൊപ്പം തന്നെ പ്രീമേച്ചർ ഹെയർ ഗ്രേ ഒഴിവാക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ കംപ്ലീറ്റ് റിസൾട്ട് ഒന്നും കിട്ടില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ പ്രോബ്ലംസ് ഒക്കെ ഇതിൽ കൊണ്ട് തന്നെ മാറി കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഒരാഴ്ചയിൽ 3 പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നീട് ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യമാക്കി മാറ്റി, പിന്നീട് ആഴ്ചയിൽ 1 ദിവസമാക്കി മാറ്റി, പിന്നെ മാസത്തിൽ ഓരോ പ്രാവശ്യമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടി മാറാനും അതേപോലെ തന്നെ മുടി നല്ല ലെങ്ത്തോടു കൂടി തന്നെ കിട്ടാനും സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ തണുത്ത് വരുമ്പോഴേക്കും അത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള അത്രയും തന്നെ ആയിക്കോളും. അപ്പൊ നമ്മൾ നന്നായിട്ട് തന്നെ കട്ടയാക്കി എടുക്കുകയാണെങ്കിൽ തണുത്ത് വരുമ്പോഴേക്കും വീണ്ടും കട്ടയായിട്ടുണ്ടാകും. ഇത് ഞാൻ കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം കുറച്ച് മാത്രം മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നിങ്ങളുടെ മുടി നല്ല ലെങ്ത്തുള്ള മുടിയും അതേപോലെ തന്നെ ഒരുപാട് നിര വന്നിട്ടുള്ള മുടിയൊക്കെ ആണെങ്കിൽ ഈ കറിവേപ്പിലയുടെ അളവും അതേപോലെ തന്നെ കരിഞ്ജീരകത്തിന്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഡൈ റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതാണ്. ഇപ്പൊ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഹെയർ ഡൈ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ സൈഡത്തെ എല്ലാം എടുത്തതിന് ശേഷം നമുക്കത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇരുമ്പ് ചീനച്ചട്ടിയിൽ തുരുമ്പിന്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതും കൂടെ നമ്മുടെ ഹെയർ ഡൈ പാക്കിൽ വരുന്ന സമയത്ത് നമ്മുടെ ഡൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ദിവസം മുടിയിൽ നിൽക്കാനായിട്ട് സഹായിക്കും. അപ്പൊ നമുക്ക് നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് വരാനും ഒക്കെ സഹായിക്കും. അത് തണുത്തതിന് ശേഷം നമുക്കൊരു അടപ്പ് ഉപയോഗിച്ച് അടച്ചു വെച്ചിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ നമ്മുടെ തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ കുളിക്കുന്നത് വെള്ളത്തിൽ തന്നെ, തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകി കളയാവുന്നതാണ്. ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എണ്ണയോ നീലയമരിയോ ഒന്നും ചേർക്കാതെ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് തന്നെ കറുപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കാം. നന്നായിട്ട് തന്നെ കറുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊരു പ്ലാസ്റ്റിക് റാപ്പർ ഉപയോഗിച്ച് നമ്മുടെ മുടി നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ സമയം നിൽക്കുകയാണെങ്കിൽ അത്രയും തന്നെ ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ടാവും. ആദ്യം തന്നെ പറഞ്ഞു, ഒറ്റ യൂസിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട് ഒന്നും കിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി കംപ്ലീറ്റ് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിക്കോളും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ഓക്കെ ബൈ.